സ്ഥാനാർത്ഥിക്കൊപ്പം എത്തി നിൽക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിലാണ്. നിലവിൽ LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ 18-ാം വാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും വാർത്തയിലധികം പ്രാധാന്യം നേടിയ ഒരു വാർഡ് തന്നെയാണ്. നിരവധിയേറെ പ്രശ്നങ്ങൾ തന്നെയാണ് ജനങ്ങൾ നേരിടുന്നത്. സ്വാഭാവികമായിട്ടും UDF മത്സര രംഗത്തേക്ക് ഇറക്കിയത് സുപരിചിതമായ വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ചേർപ്പുകാർക്ക് തന്നെ സുപരിചിതമാണ്. UDFിൻ്റെ തന്നെ നിർണായകമാകുന്ന ഒരു സീറ്റ് തന്നെയാണ് ഈ 18-ാം വാർഡ്. മജീദ് മുത്തുലിയാലാണ് ഈ സീറ്റിലേക്ക് മത്സരിക്കുന്നത്. നിലവിൽ ഒരു അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഉണ്ട് ഒരു ആത്മവിശ്വാസം? അത് ആളുകളുടെ ഭാഗത്ത് നിന്ന്, വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രചരണത്തിനായിട്ട് കയറി ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എത്ര ഉണ്ട്? 100% 18-ാം വാർഡിൽ വിജയിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. 100% ഉണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വാർഡാണ് ചേർപ്പ് 18-ാം വാർഡ്. കാരണം വേനൽക്കാലമായാൽ കുടിവെള്ളമില്ല, വർഷക്കാലമായ വെള്ളപ്പൊക്കം. ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വേറൊരു വാർഡ് ചേർപ്പ് പഞ്ചായത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ നിലവിൽ LDFിൻ്റെ മെമ്പറാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇവിടെ നിന്ന് ജയിച്ചു പോയ മെമ്പറാണ് ഇപ്പോൾ നിലവിൽ പ്രസിഡൻറ്റ്. വാർഡിൽ LDF തന്നെ, ബ്ലോക്കിൽ LDF തന്നെ, ജില്ലാ പഞ്ചായത്ത് LDF, MLA LDF. കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്തിട്ടില്ല. 5 വർഷക്കാലം ഇവിടുത്തെ ഈ വെള്ളപ്പൊക്കത്തിനോ ഇതാണോ ആരോപിക്കുന്നത്? ഇതാണോ കഴിഞ്ഞ വർഷം? തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിലാണ്. ഒന്ന് കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ, ഒന്ന് വെള്ളം വരുമ്പോൾ വീടുകളിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരവസ്ഥ. ഈ തോപ്പ് പ്രദേശത്ത് 100ഓളം വീടുകൾ തോപ്പ് പ്രദേശത്തുണ്ട്. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഫുൾ അവരുടെ കയ്യിലാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ഒരു പദ്ധതി പുതിയത് കൊണ്ടുവരാനോ ഈ 5 വർഷക്കാലം പുതിയൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല. നമ്മൾ ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ എൻഡാണ് ഈ 18-ാം വാർഡ്. ആറാട്ടുപുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ചുരുങ്ങിയതിൽ ഒരു ദിവസത്തോളം പിടിക്കും. അപ്പോൾ ആ വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഈ ഭാഗത്തേക്ക് വെള്ളം എത്തുമ്പോഴേക്കും ടാങ്കിൽ വെള്ളം കഴിയും. പിന്നെ രണ്ടാമത് 2 ദിവസം കഴിയുമ്പോഴേ അടിക്കുക. ആ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അടിച്ചാൽ പിന്നെയും ഇവിടേക്ക് എത്തുമ്പോൾ 4 ദിവസം പിടിക്കും. അപ്പോൾ ആഴ്ചകളിൽ ഒരു ദിവസം വെള്ളം കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുടിവെള്ളമാണ് ഏറ്റവും പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇവിടെ വെള്ളം കയറുന്ന കാരണം കാലങ്ങളായിട്ട് ഇവിടെ വെള്ളക്കെട്ടുള്ള വെള്ളം കയറുന്ന സ്ഥലമാണ്. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ഉള്ളത് ഈ ഭാഗത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ആളുകൾ പോകുന്നത് തോപ്പ് മുത്തുള്ളി ഹെർബർട്ട് കനാലിൽ നിന്നാണ്. അതായത് ഒരു 100ഓളം വീട് തോപ്പിലുണ്ട്. ഹെർബർട്ട് കനാലിൻ്റെ പുഴയുടെ 2 സൈഡിലും അനേകം വീടുകളുണ്ട്. ഈ വീടുകളിലൊക്കെ ആശ്രയം ഈ ക്യാമ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഈ വെള്ളക്കെട്ടിൽ വെള്ളം ഒഴുക്കി വിടുന്നതിനുള്ള എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ തടസ്സമാണ്. ഇപ്പോൾ ഈ കാർഷിക മേഖലയെ ചുറ്റപ്പെട്ടതാണ് ഈ 18-ാം വാർഡ്. ചുറ്റും കാർഷിക മേഖലയാണ്. ഈ ജൂബിലി പടവിൻ്റെ ഏരിയയാണ്. ഇവിടെ കാലാകാലങ്ങളിൽ 5 വർഷം മുന്നൊക്കെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലം വരുമ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ തോടുകളും ചാലുകളും ഒക്കെ വൃത്തിയാക്കും. അതുപോലെ തന്നെ എല്ലാ പാടശേഖരങ്ങളും കഴകളും സ്ലൂസുകളും തുറന്നു വിടും. അപ്പോൾ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി അനാമാവ് ഷട്ടർ റെഗുലേറ്റർ മുഖേന കടലിലേക്ക് ഒഴുകിപ്പോവും. ഇപ്പോൾ ഈ 5 വർഷക്കാലം വെള്ളക്കെട്ടിൻ്റെ ഒരു മുന്നൊരുക്കം ഇവിടെ കണ്ടിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. ജൂബിലി പടവിൽ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾ വരുത്തുന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ജൂബിലി പടവിൽ മീൻ വളർത്തുന്നതുകൊണ്ടാണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവണമെന്നാണ് ഇവിടെ തെറ്റിദ്ധാരണ. ഇവിടെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാം, ജയിച്ചു വന്നു കഴിഞ്ഞാൽ മജീദിക്കയുടെ മനസ്സിലുള്ള ആദ്യത്തെ വികസന പരിപാടി എന്താണ്? അതായത് ഈ കുടിവെള്ള ക്ഷാമവും ഒപ്പം തന്നെ വെള്ളക്കെട്ടുമായിട്ട് എന്ത് തരത്തിലുള്ള ഒരു പ്രതിരോധങ്ങൾ തീർക്കാൻ സാധിക്കും? അതിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ജൂബിലി തേവർപ്പടവ് 950 ഏക്കർ വരുന്ന ജൂബിലി തേവർപ്പടവിൻ്റെ നിലവിലെ പ്രസിഡന്റാണ് ഞാൻ. ഈ ജൂബിലി തേവർപ്പടവിൽ 5 വർഷക്കാലമായിട്ട് ഇവിടെ മീൻ വളർത്തുന്നില്ല. പക്ഷേ ഇവിടെ തെറ്റിദ്ധാരണ ജനങ്ങൾ പരത്തേക്കുന്നത് ഇവിടെ മീൻ വളർത്തുന്നതുകൊണ്ടാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ്. അതൊന്ന്. ഇതൊക്കെ ഉണ്ടായാലും ഇതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മത്സരിക്കുന്ന ഷഫീദ ടീച്ചറായാലും, പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മജീദ് മുത്തുള്ളിയാലായാലും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷീല ഹരിദാസായാലും വിജയിച്ചു കഴിഞ്ഞാൽ ഈ 17, 18, 16 വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെർബർട്ട് കനാലിൽ കൂടിയാണ് വെള്ളം ഒഴുകി പോകുന്ന പിച്ചി ഡാമിൽ നിന്ന് വെള്ളം തുറന്ന് ഹെർബർട്ട് കനാലിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളമാണ് ഏനാമാവൂർ എത്തുന്നത്, ചിമ്മിണി ഡാമിൽ നിന്ന്. ആ വെള്ളം ഒഴുകി പോകുന്ന വെള്ളത്തിൽ നമ്മളവിടെ കനാലിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു പമ്പ് ഹൗസ് സ്ഥാപിച്ച് ആ പമ്പ് ഹൗസിൽ നിന്ന് ഈ 3-4 വാർഡുകളിലേക്കുള്ള ശുദ്ധജലം പമ്പ് ചെയ്ത് ഇവിടുത്തെ ജനങ്ങളെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാണ് ഏറ്റവും ഫസ്റ്റത്തെ ഞങ്ങളുടെ ഒരു തീരുമാനം. ആ ഒരു ചിന്തയാണ് ഞങ്ങളുടെ ഈ നടക്കുന്ന പ്രവർത്തകരിൽ മുന്നിൽ. ഇവിടെ കുടിവെള്ളം ജനങ്ങൾക്ക് വെള്ളക്കെട്ട് ആണ് നമ്മൾ മറ്റൊരു പ്രതിസന്ധി. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വെള്ളം നമ്മൾ മെയ് ജൂൺ മാസങ്ങളിലാണ് മഴ പെയ്ത് വെള്ളം കൂടുക.
പക്ഷേ നമുക്ക് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ ഇവിടെ ഈ വെള്ളം മേനാമാവിലേക്ക് ഒഴുകി പോകുന്ന ചാലുകളും തോടുകളും പുഴകളും കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടാൽ ഈ വെള്ളം മഴ പെയ്യുന്ന വെള്ളം മുൻകാലങ്ങളിൽ ഒഴുകി പോയിരുന്ന രീതിയിൽ ഒഴുകിപ്പോവും. ഇപ്പോൾ അങ്ങനത്തെ ഒരു മെഷീനറി ഇപ്പോൾ ഇവിടെ ഇല്ല, നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് ഇവിടെ ജനങ്ങൾ അനുഭവപ്പെടുന്നത്. ക്യാമ്പ് യഥാർത്ഥത്തിൽ നിലവിൽ UDF തന്നെയാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഇത് നിർണായകമായ ഒരു ഘടകമൊക്കെ ആയിട്ട് മറ്റുള്ള സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടം സുരക്ഷിതമായിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു വാർഡ്? തീർച്ചയായിട്ടും ഇവിടെ സുരക്ഷിതം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ UDF നേടും എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് 13-ാം തീയതി കാലത്ത് നമുക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ വാർഡ് 1 തൊട്ട് UDFന്റെ വിജയമായിരിക്കും. ഒരു ത്രിവർണ്ണ പതാക പാറി പറക്കും. തീർച്ചയായിട്ടും ത്രിവർണ്ണ പതാക മൂവർണ്ണം ഈ ചേർപ്പിന്റെ തെരുവേദികളിൽ പറക്കും. എന്തായാലും വലിയ ഒരു മത്സരത്തിനാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരുന്നത്. ആ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ മജീദിനെ സംബന്ധിച്ച് മജീദിക്കൊക്കെ സുപരിചിതമായ വ്യക്തിത്വമാണ്. നമുക്കറിയാം ഈ 950 ഏക്കർ അവിടെ കൃഷി ചെയ്യാൻ നമ്മൾ നിരന്തരമായി വാർത്തകളൊക്കെ നിറയുന്ന സ്ഥലമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ വാർഡിനെ കുറിച്ചുള്ള ഒറ്റ വാർത്ത പോലും ഇല്ലാത്ത ദിവസം നമുക്കില്ല. വേനൽക്കാലമായാലും ഈ പ്രദേശത്തെ വാർത്തകൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവാറില്ല. കാരണം കുടിവെള്ള രൂക്ഷത നേരിടുന്ന പ്രദേശമാണ്. ഞാൻ മുന്നോട്ട് വെച്ചതുപോലെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയുള്ള എന്നാൽ ഏറെ ചർച്ചാ വിഷയമുള്ളൊരു വാർഡിലാണ് മത്സര രംഗത്ത് മജീദ് ഉള്ളത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൂർണ്ണമായും പ്രവർത്തകരുടെ വിശ്വാസം. ഈ വിശ്വാസം കേവലം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 13-ന് ഫലം പുറത്തു വരുമ്പോൾ ആർക്കൊപ്പം എന്നത് മാത്രമേ ഇനി ചിന്തിക്കാനുള്ളൂ. എന്തായാലും മീഡിയ ഫോർ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിയുമായിട്ട് കണ്ടുമുട്ടാം.